കുത്തിരുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോകുന്ന സ്ഥാനത്ത് ഇപ്പം അപ്പനും അമ്മയും മക്കളും ജോലിക്ക് പോകുന്ന ടൈമാണ്. എല്ലാവരും ജോലിക്ക് പോകുന്ന സമയം. ഹസ്ബൻഡും വൈഫും അവരുടെ പേരൻസും ജോലിക്ക് പോകുന്ന സമയം. അപ്പം എല്ലാവർക്കും വണ്ടികൾ കാണും, എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. പണ്ടത്തണക്കല്ല, അപ്പം ഒരുപാട് മാറി. ഇപ്പം റോഡിൻ്റെ വീതി കൂടുക എന്നുള്ളൊരു വലിയൊരു, പ്രത്യേകിച്ച് ഈ MC റോഡിൻ്റെ വീതി കൂടും, മറ്റേ NHന്റെ കൂടെ തന്നെ ഇതിൻ്റെയും വീതി കൂടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഒന്നീ വീതി കൂടുക. ഇത് കണ്ടോ, വഴിയോരക്കടയാണേ. ഇത് വഴിയോരക്കട അറിയായിരിക്കും, ഇത് ഫേമസ് വഴിയോരക്കട. അപ്പം നല്ല കടയാണ്, നല്ല ഫുഡൊക്കെയാണ്. ഇടയ്ക്കൊക്കെ ഓടൊക്കെ സ്മെല്ല് വരുമെങ്കിലും അത് ഈ പറയുന്നത് മഴ സമയത്ത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എവിടെന്നെങ്കിലും വരുന്ന വെള്ളമല്ലേ. പക്ഷെ സംഭവം നല്ല കടയാണ് കേട്ടോ. വഴിയോരക്കട നല്ലൊരു കടയാണ്, നല്ല ഫുഡാണ്, നല്ല നീറ്റ്നെസ് ഒക്കെ ഉണ്ട്. ഞാൻ കയറിയപ്പോഴൊക്കെ കുഴപ്പമില്ലായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ചെയ്യുക. അങ്ങനെ എന്താ പറഞ്ഞോണ്ട് വന്നത്, റോഡിന്റെ വീതി. ഈ റോഡിന്റെ വീതി ശരിക്കും പറഞ്ഞാൽ കൂട്ടേണ്ട സമയമായി. നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കി മനസ്സിലാവത്തില്ല, ഇപ്പം നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. കാരണം ആളിൽ എന്നാലും കണ്ട വണ്ടികൾ ഞാൻ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് 40-ലും 50-ലും ഒക്കെയാണ്. സ്ലോ ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ ഫ്രണ്ടിൽ വണ്ടിയുണ്ട്. ഈ പറയുന്ന കണക്ക് ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം, പക്ഷെ അതത്ര ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കണ്ടോ, ഇത് കണ്ടോ, ജംഗ്ഷനൊക്കെ വരുമ്പോൾ കണ്ടോ, ഡബിൾ ലൈനാണ്, ഓവർടേക്ക് പറ്റത്തില്ല. അവിടുന്ന് വണ്ടിയിൽ കൺജസ്റ്റഡ് ആകുമോ, സ്പേസ് ഇല്ല. അപ്പം ഇതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണ് ഈ റോഡിൻ്റെ. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ 80-ലും 100-ലും പോയി കഴിഞ്ഞാൽ ആ റോഡിൽ കൂടെ പോകുമ്പോൾ അപകടം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് റോഡ് എപ്പോഴും നമുക്ക് വീതിയും റോഡിൻ്റെ ഇതും വരേണ്ടത്. നടുക്കൂടെ ഒരു ബാരിക്കേഡൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ തീരെ കുറവായി. മെയിൻലി ഓവർടേക്ക് ചെയ്യുമ്പോഴും ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന ഇടികളാണ് കോമൺ ആയിട്ടുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അപകടങ്ങൾ. അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ നടുക്കൂടെ ഒരു ബാരിക്കേഡൊക്കെ വെച്ച് കൃത്യമായ രീതിയിൽ വീതി കൂട്ടി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ നമുക്ക് അത്യാവശ്യം സ്പീഡിലും പോകാം, സേഫായിട്ടും റൈഡ് ചെയ്യാം. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നി നമ്മുടെ ഈ റോഡിൻ്റെ വീതി കൂട്ടുക. അതല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പാരലായിട്ട് വേറൊരു റോഡ് കൊണ്ടുവരിക. ഇതിന് പാരലായിട്ട് തന്നെ വേറൊരു റോഡ് ട്രിവാൻഡ്രത്തെ കണക്ട് ചെയ്തുകൊണ്ട് വരിക. അത് എത്രയും പെട്ടെന്ന് വരുന്നത് നല്ലതായിരിക്കും, നമ്മുടെ നാടിനും നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ കിളിമാനൂർ. പിന്നെ നമ്മുടെ ഈ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന സംഭവം. നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ അധികം കാണാറില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ എറണാകുളം കോട്ടയം MC റോഡ് ട്രിവാൻഡ്രം വരെയുള്ള റോഡ് നോക്കുകയെന്നുണ്ടെങ്കിൽ, ഈ റോഡ് മാത്രമല്ല വേറെ പല റോഡുകളും ഇങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഈ എടുത്തു പറയണം, ഈ റോഡ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഓരോ 15 മിനിറ്റിലും വലിയ വലിയ ജംഗ്ഷനുകളാണ് കേട്ടോ. ഇപ്പം ഞാൻ ചടയമംഗലം കഴിഞ്ഞു, നിലമേല് കഴിഞ്ഞു. ഈ നിലമേലും ചടയമംഗലും തമ്മിൽ, അല്ലെങ്കിൽ ആയൂരും ചടയമംഗലും തമ്മിലും 15 മിനിറ്റ് 10 മിനിറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതേപോലെ ചടയമംഗലും നിലമേലും തമ്മിൽ 10-15 ഡിഫറൻസേ ഉള്ളൂ. നിലമേൽ നിന്നാണ് കിളിമാനൂരും തമ്മിൽ ഏകദേശം 10-15 മിനിറ്റ്സ് ഡിഫറൻസേ ഉള്ളൂ. അത്രയും പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഒരു റോഡാണിത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്നൊരു ആണ്. ഇത് കണ്ട വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓവർടേക്ക് ചെയ്തത്. അത് സേഫായിട്ടുള്ള വണ്ടിയില്ല നോക്കി ഓപ്പോസിറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക്. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന കണക്ക് ഇവിടെ കണ്ടോ ബസ് ബേ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ നിങ്ങൾ. ഇതൊക്കെ നല്ലതാണ്. ഇങ്ങനെ അത് ചില ഡ്രൈവർമാർ അങ്ങോട്ട് കയറ്റി ഇടാറില്ല, റോഡിൽ തന്നെ ഇടുന്നവരുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, ഓരോ 15 മിനിറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയ വലിയ ജംഗ്ഷൻസാണ്. ജംഗ്ഷൻസ് നല്ല വ്യാപാരം, നല്ല കച്ചവടം നടക്കുന്ന, നല്ല ബിസിനസ് നടക്കുന്ന ഏരിയസാണ്. ഈ MC റോഡ് എവിടെ കൊണ്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബിസിനസ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം അത്യാവശ്യം ലോങ് പോകുന്ന ആൾക്കാരും നല്ല ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ഉള്ളൊരു സ്ഥലമാണ്. അപ്പം എന്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ റോഡിന്റെ വീതി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ജംഗ്ഷൻസിൽ വരുന്ന സമയത്ത്, ജംഗ്ഷൻസ് അല്ലെങ്കിൽ തന്നെ പോലും എല്ലാം ഉണ്ട്. ഇത് വലിയ മെയിനായിട്ടുള്ള ജംഗ്ഷൻസ് അല്ലെങ്കിൽ പോലും കടകൾ ഒരുപാടുണ്ട്. അപ്പം അതൊരു വലിയൊരു വിഷയമാണ്. നമ്മുടെ ഒരുപാട് ഒരു ദിവസം കോടികളുടെ കച്ചവടം നടക്കുന്ന മാർക്കറ്റുകളും കടകളും ജംഗ്ഷനൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കാണുന്ന ഈ ജംഗ്ഷനുകളെല്ലാം. അപ്പം ഈ റോഡിന്റെ വീതി കൂട്ടുക, ഇതിന് വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ മിനിമം 4 ലൈനെങ്കിലും ആക്കി വീതി വിട്ടിട്ട് പറയാനുള്ളൂ. മിനിമം 4 ലൈൻ, അല്ലെങ്കിൽ നമ്മൾ പറയാനില്ല. കാരണം ഇനിയിപ്പോൾ ഒരു 10-20 വർഷത്തേക്ക് ഫോക്കസ് ചെയ്താണ് നമുക്ക് ഈ റോഡ് വെക്കാൻ ഇനി ചെയ്യുന്നത്. എന്തുപോലെ ഒരു നെക്സ്റ്റ് അടുത്തൊരു 20-25 വർഷത്തേക്ക് വേറെ റോഡിനൊന്നും ചെയ്യാൻ പാടില്ലാത്തുള്ള രീതിയിൽ ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും 4 ലൈനെങ്കിലും 4 ലൈൻ ശരിക്കും പറഞ്ഞാൽ ചെറുതാണ്. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് 4 ലൈൻ ഔട്ട്ഡേറ്റഡ് ആവും. ബട്ട് മിനിമം ഒരു 4 ലൈൻ ഇതുണ്ടോ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയയാണ്. മിനിമം 4 ലൈൻ റോഡെങ്കിലും വേണം. പക്ഷേ ഈ 4 ലൈൻ റോഡ് വരുമ്പോൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് ജംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് അടുത്തൊരു ജംഗ്ഷനാണ്. ഇതൊരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനാണ്. പക്ഷെ ഇതൊരു മെയിൻ ജംഗ്ഷൻ അല്ല. എങ്കിൽ പോലും കിളിമാനൂർ കഴിഞ്ഞിട്ട് ഇപ്പം 15 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോൾ അടുത്ത ജംഗ്ഷൻ വരും. അപ്പം എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വീതി കൂടുന്ന സമയത്ത് ഈ പറയുന്ന മെയിൻ ജംഗ്ഷൻസിനെല്ലാം ബാധിക്കും. അവിടുത്തെ കച്ചവടങ്ങളെ ബാധിക്കും. അപ്പൊ അങ്ങനെ വലിയ പ്രോബ്ലം ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ജംഗ്ഷന്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ജംഗ്ഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഓവർടേക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള എല്ലാ വിഷയവും സ്ട്രേറ്റ് ആയതുകൊണ്ടും അവിടെ പോകാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടും മാത്രമാണ് പോയത്. അതും അധികം സ്പീഡിലും അല്ല പോയത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഓവർടേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കൂടുകയെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന ജംഗ്ഷനിലും അവിടുത്തെ കച്ചവടക്കാരെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ആ കടകൾ പോവും. വീതി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് കടകൾ പോവും, കച്ചവടങ്ങൾ പോവും, കുറയും. കച്ചവടം ചെയ്യുന്നവർക്ക് അവരുടെ കച്ചവടം കുറയും, അവരുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർക്ക് ഈ കടകളെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമാണ്. പിന്നെ അതിൽ ഡെവലപ്പായി വരണം. പക്ഷേ നമ്മൾ ഇതെല്ലാം ഉപരിയായിട്ട് ഒരു റോഡിന്റെ വികസനം എന്നുള്ള രീതിയിൽ നോക്കുക, നമ്മുടെ നാടിന്റെ വികസനം എന്നുള്ള രീതിയിൽ നോക്കുക. ഒരു അടുത്ത 10 വർഷം കഴിഞ്ഞ് ഈ റോഡ് ബ്ലോക്കിൽ കിടന്ന് ചവിട്ടിയും തിരുമയും ചെയ്യുന്ന കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നോക്കിയിട്ട് കാര്യമില്ല. കടകളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് നമ്മളത് മാറി ചിന്തിക്കേണ്ട സമയമാണ്. എന്ന് വെച്ചാൽ നമ്മളത് കടകൾ ബാക്കിലോട്ട് വെക്കുന്ന രീതിയിൽ ചെയ്യേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഒരുപാട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോബ്ലം. നമുക്കത് പ്രോട്ടോകോളൊക്കെ ചിലപ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവും. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ കടകൾ പോവാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് പാരലായിട്ട് വേറെ റോഡ് കൊണ്ടുവരിക. ഇതിന് പാരലായിട്ട് തന്നെ വേറെ റോഡ് കൊണ്ടുവന്നിട്ട് ഇത് വൺ വേ ആക്കുക. എന്നിട്ട് 2 റോഡിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കണക്ഷൻ കൊണ്ടുവരിക. അതല്ലാതെ ഈ റോഡ് കൊണ്ട് പോകുന്ന പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈ പാരലൽ ഈ റോഡിന് പാരലായിട്ട് ഇതേ സൈസിൽ വേറെ റോഡ് കൊണ്ടുവരിക. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ വീതി 2 സൈഡിലും കൂട്ടുക. കുറച്ചുകൂടെ വളവാക്കി ഒന്ന് നോക്കി കൂട്ടുക. കാരണം 4 ലൈനൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത് സ്പീഡ് കുറച്ചുകൂടെ കൂടുതൽ. ഇവിടെ 50 സ്പീഡ് കൊടുത്തതാണ്. 50-40 ആക്സിഡന്റ് റോഡ്. ഇതൊക്കെ ആക്സിഡന്റ് ഏരിയ ആണ്. അപ്പോൾ സൂക്ഷിക്കണം അവിടെ വരുമ്പം. ഇങ്ങനെ ഓവർടേക്കുന്ന സമയത്ത് അവിടെ യെല്ലോ ലൈൻ ആയിരുന്നു, ഓപ്പോസിറ്റിലൂടെ വണ്ടി വരുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് ഒതുക്കി സ്ലോ ആക്കി കൊടുക്കണം കേട്ടോ. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒതുക്കാനും പറ്റത്തില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വരുന്ന സ്പീഡ് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചൊക്കെ നമ്മളെ ഓവർടേക്കുന്ന വണ്ടികൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ സൈഡൊന്ന് ഒതുക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലെഫ്റ്റ് പിടിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് പിടിച്ച് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി കറക്റ്റായിട്ട് കയറുമ്പം പറ്റത്തില്ല. ആ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതിന്റെ പല റീസൺ കാണും. ചുമ്മാ ഓവർ സ്പീഡ് അടിച്ച് ഓവർടേക്ക് ചെയ്യുന്നവർ കാണും. അതല്ലാതെ കൃത്യമായിട്ട് നോർമൽ സ്പീഡിൽ പോകുന്നവർ തന്നെ ഈ പറയുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഈ റോഡ് വണ്ടി നടന്നാണോ നിങ്ങൾ ഇത് വരുമ്പോൾ ഇതാണ് ക്യാരറ്റ് ആണ്. ഇത് ക്യാരറ്റ്. ഓക്കെ. അപ്പം വണ്ടികൾ കണ്ടോ വണ്ടി ഇവിടെ കടന്നുകൊണ്ടാണ് ഇങ്ങനെ ഓവർടേക്ക് ഉണ്ടത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒന്ന് ഇതാക്കി കൊടുക്കുക. മനസ്സിലായി?
മനസ്സിലാവും. ഒന്ന് ഒതുക്കി കൊടുക്കുന്നതായിരിക്കും നല്ലതാണ്. അപ്പൊ അപകടങ്ങൾ ഒഴിവാകും. ഓപ്പോസിറ്റ് വണ്ടിക്ക് സേഫായിട്ട് പോവാം, നമുക്ക് സേഫായിട്ട് പോവാം. അപ്പം പറഞ്ഞ കണക്ക് ഒന്നീ റോഡിന്റെ വീതി കൂട്ടുക,